കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാക്കി തീർക്കുവാൻ ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നയിക്കുന്ന ഞങ്ങളെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ജെറീക്കോ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ കോട്ട അടച്ച് പൂട്ടുകയും അതിൻ്റെ എല്ലാ വാതിലുകളും അടയ്ക്കുകയും അപ്പോൾ ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു, ജെറീക്കോ പട്ടണത്തെയും അതിൽ രാജാവിനെയും യുദ്ധവീരന്മാരെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ജോഷുവയോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന എങ്ങനെ ചെയ്യണമെന്നും 7 ദിവസം ആ പട്ടണത്തിന് ചുറ്റും വലയം ചെയ്യണമെന്നും അതനുസരിച്ച് ജോഷുവ പ്രവർത്തിക്കുകയും ചെയ്തു. ആദ്യ ദിവസം 1 വട്ടവും അങ്ങനെ 6 ദിവസം അതുപോലെ ചെയ്യണമെന്നും വാഗ്ദാന പേടകം എല്ലാവരുടെയും മുമ്പിലും അതിനു പുറകെ യുദ്ധവീരന്മാരും അതിനു പുറകെ ജനങ്ങളും കാഹളധ്വനികളോടുകൂടി ആയിരുന്നു അവർ അതിനു ചുറ്റും വലയം ചെയ്തത്. 7-ാം ദിവസം 7 പ്രാവശ്യം വലയം ചെയ്യണമെന്നും അവസാന ദിവസം എല്ലാവരും അട്ടഹസിച്ച് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അട്ടഹസിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന്. അതനുസരിച്ച് ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ജോഷുവയുടെ വാഗ്ദാനം അനുസരിച്ച് അവർ എല്ലാവരും അട്ടഹസിക്കുകയും പ്രാർത്ഥിക്കുകയും ആ മതിൽ നിലംപതിക്കുകയും ചെയ്തു. ഇതാണ് ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ജെറീക്കോ പ്രാർത്ഥനയിലൂടെ ശരിക്കും ഒരു പ്രതീകാത്മകമായ പ്രാർത്ഥനയാണ് ജെറീക്കോ പ്രാർത്ഥന. ഈ പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഇന്ന് പല വ്യക്തികളും പല കുടുംബങ്ങളും പല കൂട്ടായ്മകളും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. ജെറീക്കോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ ജെറീക്കോ എന്നുള്ള വാക്ക് ഒരു ജെറീക്കോ പട്ടണമാണ്.
പട്ടണം എന്ന് പറഞ്ഞാൽ തിന്മയുടെയും മ്ലേച്ഛതകളും എല്ലാം അടങ്ങിയ ഒരു പട്ടണമാണ് ജെറീക്കോ പട്ടണം. അതിന് ചുറ്റും വലിയൊരു കോട്ട കെട്ടിയിട്ടുള്ള ചുറ്റും കോട്ട കെട്ടിയിട്ടുള്ള ഒരു പട്ടണമായിരുന്നു ജെറീക്കോ പട്ടണം. ഏകദേശം 157 മീറ്ററോളം പൊക്കമുള്ള ഈ പട്ടണം 17 മീറ്ററോളം വീതി ഉണ്ടായിരുന്നാണ് ഞാനത് ബുക്കിൽ വായിച്ച് ഓർത്തു പോവുകയാണ് മതിലിന്. അപ്പം ഇത്രയും വലിയ വീതിയുള്ള പൊക്കമുള്ള ഈ കോട്ട ജോഷുവ ദൈവം പറഞ്ഞത് അനുസരിച്ച് വിശ്വാസപൂർവം ജനത്തിനെ പ്രാർത്ഥിച്ച് ഒരുക്കി ദൈവത്തിൻ്റെ ആ വിളിയെ, ദൈവത്തിൻ്റെ ആ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് ജനം അതനുസരിച്ചു. തീർച്ചയായിട്ടും ആ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് ആ മതിലിന്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യമോ ഒരു ശക്തിയോ അല്ല അവിടെ പ്രവർത്തിച്ചത്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ മതിൽ നിലം പതിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, വലിയ ചുറ്റിക കൊണ്ടോ കൂടം കൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ JCB പ്രൊക്കളയും അടിച്ചാൽ പോലും തകർന്നു വീഴാത്ത മതില് ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് എല്ലാം മറഞ്ഞു വീഴുകയും മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് ഈ സംഭവത്തിലൂടെ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരിക ശരിക്കും. അപ്പോൾ ഈ ജെറീക്കോ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഈ സംഭവത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ബോധ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, വ്യക്തികൾ ചെയ്യുന്നുണ്ട്, കുടുംബങ്ങൾ ചെയ്യുന്നുണ്ട്, പല കൂട്ടായ്മകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്തെ പോലെ ജെറീക്കോ എന്ന വലിയൊരു പട്ടണമല്ല ഇവിടെ ഉള്ളത്. ശരിക്കും മനുഷ്യ ഹൃദയങ്ങളിലുള്ള ജെറീക്കോ പാപത്തിൻ്റെ, തിന്മയുടെ, മ്ലേച്ഛതകളെല്ലാം അടങ്ങിയ നമ്മുടെ ഹൃദയമാകുന്ന ഒരു ജെറീക്കോ കോട്ട ഇന്ന് പല മനുഷ്യ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ രൂപം പ്രാപിച്ചിരിക്കുകയാണ് അവിടെ. അതുപോലെ ചില കുടുംബങ്ങളിൽ തിന്മയുടെ പ്രവർത്തനങ്ങൾ, മ്ലേച്ഛതകൾ, ലോകത്തിൻ്റെതായ ചില മേഖലകൾ കടന്നു വരുമ്പോൾ ആ കുടുംബം തന്നെ ഒരു ജെറീക്കോ കോട്ടയായിട്ട് മാറുകയാണത്. ചില പ്രദേശങ്ങൾ, ചില രാജ്യങ്ങൾ തിന്മ വർദ്ധിച്ചു കഴിയുമ്പോൾ അത് ജെറീക്കോ കോട്ടയായിട്ട് മാറുകയാണത്, ജെറീക്കോ പട്ടണമായിട്ട് മാറുകയാണ്. ഈ തിന്മയുടെ ശക്തികൾ അന്ന് ദൈവം ജോഷയ്ക്ക് കൊടുത്ത ആഹ്വാനപ്രകാരം എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി ഇന്ന് പല മക്കളും ഈ ജെറീക്കോ പ്രാർത്ഥന ഒരു പ്രതീകാത്മകമായ പ്രാർത്ഥനയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസപൂർവ്വം വളരെ ഒരുക്കത്തോടു കൂടി അവർ ആ പ്രാർത്ഥന രീതി ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഒത്തിരി വ്യക്തികൾക്ക്, ഒത്തിരി കുടുംബങ്ങൾക്ക്, ഒത്തിരി സമൂഹത്തിന് മാറ്റം വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. അതായത് ഒരു ഭവനത്തിൽ നമ്മൾ ഒരു ദിവസം എല്ലാവരും കൂടെ കൂടുകയും അതുപോലെ തന്നെ നമ്മൾ 7 വാഹനം അതിനുവേണ്ടി അറേഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ 7 സ്ഥലങ്ങളിൽ 7 വഴികളിലൂടെ നമ്മൾ 7 കാറിൽ 7 വഴികളിലൂടെ പോവുകയും മുമ്പിലിരിക്കുന്ന ആൾ വചനം തുറന്നു പിടിക്കുകയും ജപമാല ചൊല്ലി നമ്മൾ അവിടെ മുഴുവനും, ആ ഏരിയ മുഴുവനും, ഞാൻ താമസിക്കുന്ന ആ ഏരിയ മുഴുവനും, ഒത്തിരി ജനങ്ങൾ ദൈവത്തെ അറിയാതെ കിടക്കുന്നുണ്ട്. ഇവർക്ക് അറിയത്തില്ല എന്താണ് പ്രാർത്ഥന. അവർക്ക് ഈ ലോകത്തിൻ്റെ തിന്മയിൽ അകപ്പെട്ട് കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു ചുറ്റും വലയം ചെയ്ത് ഈ ജെറീക്കോ പട്ടണത്തിന് അവർ വിശ്വാസത്തോടു കൂടി വലയം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ജെറീക്കോ ആ മതിൽ പോലും ഇടിഞ്ഞു വീണതുപോലെ ചില മക്കളുടെ ഹൃദയങ്ങൾ ഈ ജെറീക്കോ ബ്രദർ നേരത്തെ പറഞ്ഞതുപോലെ ചില മക്കളുടെ ഹൃദയങ്ങൾ ഈ ജെറീക്കോ കോട്ട പോലെ പാപത്തിൻ്റെ തിന്മകൾ അടിഞ്ഞുകൂടി ഈ ദൈവത്തെ അറിയുകയോ ഒന്നുമില്ലാതെ എപ്പോഴും ഭവനത്തിൽ തന്നെ ആയിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഈ 7 വാഹനത്തിലൂടെ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറഞ്ഞ ഈ ബൈബിള് നമ്മളെ ഫ്രണ്ടിൽ തുറന്നു പിടിക്കുകയും ജപമാല പിടിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ വണ്ടിയിൽ ഇതിന് ചുറ്റും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം, നമ്മൾ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒത്തിരി മക്കളെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നതായിട്ട് കാണാനുണ്ട്. ഒത്തിരി കൂട്ടായ്മയിൽ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന മക്കളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ കൂട്ടായ്മയിൽ വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഈ ജെറീക്കോ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി മക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായിട്ടും നമ്മൾ പള്ളിയിലായാലും പള്ളിയുടെ കൂട്ടായ്മയിലായാലും മൺഡേ പ്രയറിനായാലും ഫാസ്റ്റിംഗ് പ്രയറിനായാലും ഒത്തിരി മക്കൾ കടന്നു വരുന്നതായിട്ട് കാണും. എന്നിട്ട് അവിടെ ചോദിക്കുകയാണ്, ഇവിടെ ഈ പ്രദേശത്ത് എവിടെയാണ് പ്രാർത്ഥന ഉള്ളത് എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്ന ഒത്തിരി മക്കളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ജെറീക്കോ പ്രാർത്ഥന വഴി. ബ്രദർ പറഞ്ഞില്ലേ 7 വാഹനങ്ങൾ എന്നുള്ള കാര്യം. പക്ഷെ അത് എല്ലായിടത്തും 7 വാഹനങ്ങളല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചിലയിടത്തൊക്കെ ഒന്നിലധികം. അപ്പോൾ നമ്മുടെ ദുബായ് കരിസ്മാറ്റിക് സമൂഹം നമ്മുടെ 22 സോണിൽ ഒരുമിച്ച് ജെറീക്കോ പ്രാർത്ഥന നടത്തിയപ്പോൾ ഒരു 20-30ഓളം കാറുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഹാളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ജപമാല കരങ്ങളിൽ പിടിച്ച് ദുബായുടെ എല്ലാ വഴികളിലൂടെയും
എല്ലാ പ്രദേശത്തും. അതേപോലെ UAE നടത്തി. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു UAE എല്ലാ 7 ഇടവക പള്ളിയിലും എല്ലാ ഇടവകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആളുകൾ അവർ വരിയായിട്ട് ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ട് എല്ലാ ഏരിയകളും കറങ്ങി തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ജപമാല ഒരു സംരക്ഷണ കോട്ടയാണ്. തീർച്ചയായിട്ടും ജപമാല വചനങ്ങൾ കോർത്തിണക്കിയ മാലയ ജപമാല. ജപമാല എത്തിക്കുക എന്ന് പറഞ്ഞാൽ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വചനത്തിൻ്റെ അഭിഷേകം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കരങ്ങളിൽ പിടിക്കുക, ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കരങ്ങളിൽ പിടിക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരും വിശ്വാസപൂർവ്വം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജെറിക്കോ പ്രാർത്ഥനയിലൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ താമസിക്കുന്ന മനുഷ്യ മക്കളുടെ അവരുടെ ഹൃദയത്തിലുള്ള ആ ജെറിക്കോ കോട്ടയാകുന്ന ആ പാപത്തിൻ്റെ ബന്ധനങ്ങൾ ഒരു ജപമാലെങ്കിലും ഒരു നന്മ നിറഞ്ഞ മറയുമെങ്കിലും നമ്മൾ എത്തിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവവചനത്തിൻ്റെ തീപ്പൊരി നമ്മൾ ഇട്ട് കൊടുക്കുക. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ബോധ്യം, ആ തീപ്പൊരി അവരുടെ ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കും. അപ്പോൾ ഈ ജെറിക്കോ പ്രാർത്ഥനയിലൂടെ ദൈവവചനമാകുന്ന തീപ്പൊരി ഒരു മകൻ്റെ ഹൃദയത്തിലേക്ക് വീണ് കഴിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള പാപത്തിൻ്റെ ഓരോ മേഖലകളും തന്നെ വിട്ടുപോയിട്ട് ഈ തീപ്പൊരി അവൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കാൻ തുടങ്ങും. പിന്നെ അവന് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവൻ പള്ളിയിലേക്ക് പോകും, കൂട്ടായ്മയിലേക്ക് വരും. ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു അച്ഛനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അച്ഛന് നാട്ടിൽ നിന്ന് വന്ന അച്ഛനുമായിട്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനും അച്ഛനുമായിട്ട് ഇങ്ങനെ ജെറിക്കോ പ്രാർത്ഥനയെ പറ്റി ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോഴത്തേക്ക് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ നാട്ടിൽ ആ ഇടവകയിൽ എന്തെങ്കിലും തിരുനാളിനോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി അസ്വസ്ഥതകൾ കടന്നു വരാറുണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് തിരുനാളായാലും കൊള്ളാം, പള്ളിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒത്തിരി അസ്വസ്ഥതകൾ കടന്നു വരാറുണ്ട്, ഒത്തിരി അസ്വസ്ഥതകൾ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും, ആ കാമ്പൗണ്ടിന് ചുറ്റും, ആ പള്ളിക്ക് ചുറ്റും അച്ഛൻ ജപമാല എടുത്തുകൊണ്ട് ജപമാല ചൊല്ലി കരണക്കൊന്ത ചൊല്ലി അച്ഛൻ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അച്ഛൻ ഒത്തിരി മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പള്ളിയിലെ പ്രദർശനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വഴിയിൽ അച്ഛൻ എന്ത് ചെയ്യും, ബൈക്ക് എടുത്തിട്ട് ബൈക്കിലിരുന്നിട്ട് കൊന്തയും ചൊല്ലി ഈ കരണ ജപമാലയും ചൊല്ലി ആ പ്രദർശനം എവിടെയൊക്കെ പോകുന്നോ ആ വഴിയിലൊക്കെ പോയിട്ട് അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറയും ഒത്തിരി മാറ്റങ്ങൾ അതിനുശേഷം ആ ജെറിക്കോ പ്രാർത്ഥന ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങൾ അവിടെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജപമാല മാത്രമല്ല, ശരിക്കും കരണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ആ കരണക്കൊന്തയുടെ അഭിഷേകം നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കരണക്കൊന്ത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം ഇപ്പോൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും മനോഹരമായ പ്രാർത്ഥന കരണക്കൊന്ത. കരണക്കൊന്തയുടെ ഈശോയുടെ തിരുഹൃദയത്തിൽ ഒഴുകുന്ന ദിവ്യമായ തിരുരക്തത്താലും തിരുജലത്താലും കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കരണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ ആ വ്യക്തികളിലും ആ പ്രദേശത്തും കർത്താവിന് കരുണ വർഷിക്കപ്പെടുക. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കർത്താവിന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക കർത്താവ്. അപ്പോൾ അവിടെ വിശുദ്ധീകരണം നടക്കും. അപ്പൊ ഹൃദയത്തിലേക്ക് വിശ്വാസം കടന്നു വരും. പിന്നെ അവന് വീട്ടിലിരിക്കാൻ പറ്റില്ല. അവന് പ്രാർത്ഥനയിലേക്കും ദൈവവിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും തന്നെ കടന്നു വരുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ജെറിക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ സമൂഹമായിട്ട് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനൊരു പുതിയ ഭവനം എടുത്തു. അപ്പോൾ പുതിയ ഭവനം എടുത്തപ്പോഴത്തേക്ക് ഭവനത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒരുമിച്ച് ഞങ്ങൾ കരണക്കൊന്ത ചൊല്ലിയിട്ട് ഞങ്ങളുടെ വീടിനകത്ത് മുഴുവനും ഹോള് റൂം എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി ആ വീട്ടിൽ നമുക്കറിയില്ലല്ലോ വീട്ടിൽ ആരൊക്കെ താമസിച്ചത് എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന നടക്കുന്ന ഒരു ഭവനമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഭവനത്തെ മുഴുവനും സമർപ്പിച്ച് നമ്മൾ ആ കരണക്കൊന്തയും ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി നമുക്ക് ആ വീട്ടിനകത്ത് നമുക്കൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുമാത്രമല്ല ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇത് നമുക്ക് നാട്ടിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ കൃഷി ചെയ്യുമ്പോഴേക്കും ആ കൃഷിയിൽ ഒരു ഫലവും കിട്ടുന്നില്ല, ഒത്തിരി ഇതായിട്ട് വിഷമിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആ കൃഷി സ്ഥലങ്ങളെ മുഴുവനും ആ ഏരിയ മുഴുവനും ഇപ്പം നമ്മുടെ വീടായാലും നാട്ടിലായാലും വീട്ടിന് നമുക്ക് ചുറ്റുമുള്ള കാമ്പൗണ്ടിനകത്ത് നമുക്ക് ജെറിക്കോ പ്രയർ നമുക്ക് കുടുംബസമേതം ചെയ്യാം, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഈ കൊന്തയും പിടിച്ചുകൊണ്ട് നമ്മൾ അതിനെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വരികയും ഒത്തിരി അവിടുത്തെ ഫലങ്ങൾ ഒത്തിരി കായ്ക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എൻ്റെ അമ്മ ഒരു ദിവസം ഒരു തെങ്ങ് ഇങ്ങനെ കായ്ക്കാതെ നിൽക്കുകയായിരുന്നു, വളർന്നു വരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ആ തെങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞില്ല, നിറയ്ക്ക് വെള്ളയ്ക്ക് ഇങ്ങനെ ഇട്ട് തുടങ്ങി, നിറച്ച് കായ്ച്ച് നിൽക്കുക. അപ്പം അതിൻ്റെ ആദ്യ ഫലം നമ്മൾ പള്ളിക്ക് കർത്താവിന് കൊടുക്കുകയും ചെയ്തിരുന്നു.
അപ്പോൾ അങ്ങനെ നമുക്ക് ജെറീക്കോ പ്രാർത്ഥന നമുക്ക് എവിടെ വേണമെങ്കിലും ജെറീക്കോ പ്രാർത്ഥന നമുക്ക് ചെയ്യാം. ജെറീക്കോ പ്രാർത്ഥന നടത്തുമ്പോൾ ജോഷുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വാഗ്ദാന പേടകവുമായിട്ടാണ് അവിടെ വലയം ചെയ്ത് ഈ പട്ടണം. തീർച്ചയായിട്ടും അതെ. വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ ദൈവികമായ സാന്നിധ്യമാണ്. അപ്പോൾ ഞാനും മറ്റുള്ളവരും ജെറീക്കോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശുദ്ധിയോടെ വന്നിട്ട് വേണം ജെറീക്കോ പ്രാർത്ഥനയ്ക്ക് വരുന്ന കാര്യം. അതുപോലെ എല്ലാവരും കരങ്ങളിൽ ജപമാല വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നൊരവസ്ഥയാണത്. അപ്പോൾ അതുമല്ല, ഒരു വ്യക്തിയുടെ വിശുദ്ധിയുടെ അളവുകോൽ എന്ന് പറഞ്ഞാൽ അവനും യേശുവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ വിശുദ്ധി ഇരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വിശുദ്ധിയിൽ വന്നിട്ട് വേണം നമ്മൾ ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തന്നെ. ഞാൻ ഓർക്കാണ്, ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു കാര്യം ഞാൻ ഓർത്ത് പോവുകയാണത്. ആ സഹോദരൻ താമസിക്കുന്ന ഭവനത്തിൻ്റെ ഒരു 5-6 വീട് അപ്പുറത്ത് ഒരു വലിയൊരു ഭവനമായിരുന്നത്. അവിടെ ഒത്തിരി മ്ലേച്ഛ പാപങ്ങൾ ചെയ്യുന്നതായിട്ട് മകൻ ആരോ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ദിവസം മകൻ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒത്തിരി മ്ലേച്ഛ പാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. ആ മകനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വ്യക്തി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം പ്രാർത്ഥിച്ച് ഒരുങ്ങി ജപമാല എടുത്തുകൊണ്ട് ആരറിയാതെ ഒറ്റയ്ക്ക് പോയി ആ വീടിന് ചുറ്റും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു ദിവസമല്ല, ആഴ്ചകൾ. ആ വ്യക്തി പറഞ്ഞ എനിക്ക് മാസങ്ങളോളം പുള്ളി വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു. ജപമാല ശക്തി കൊണ്ട് ഈ തിന്മയുടെ കോട്ടകൾ തകർന്നു പോകാൻ പ്രാർത്ഥിച്ചു. അത്ര വ്യക്തിപ്രത എന്നോട് പറയാണ്, ആ ഒരു ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട് അവിടുന്ന് മുനിസിപ്പാലിറ്റി വന്ന് ഇടിച്ച് നിരത്തി. ഇന്ന് അവിടെ വലിയ 6 നില 3 നില ബിൽഡിംഗ് വന്നെന്ന് പറയണത്. ജെറീക്കോ പട്ടണം തകർന്നതുപോലെ ആ പാപത്തിൻ്റെ ആ സാഹചര്യങ്ങളെ കർത്താവ് അവിടെ നിന്ന് നിർജ്ജീവം ചെയ്തിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം പ്രധാനമായ സംഭവം. ഞാൻ ഓർത്ത് പോയ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർത്ത് പോയാണത്. മകള് ഹോസ്റ്റലിൽ താമസിക്കുകയാണ് നാട്ടിൽ, അവരിവിടെയാണ്. മകള് വിളിച്ചു പറയാണ്, മമ്മി അല്ലെ പപ്പ, എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നൊരു ഒത്തിരി അസ്വസ്ഥകൾ, തിന്മയുടെ മേഖലകൾ കയറുന്നു വരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ സഹോദരി കണ്ടെത്തിയൊരു മാർഗമാണത്. മകള് നാട്ടിലാണ്, അവരിവിടെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് അവർ ഭവനത്തിനകത്ത് മകളെ സമർപ്പിച്ചുകൊണ്ട്, മകൾ താമസിക്കുന്ന റൂം, മകളെ സുഹൃത്തുക്കൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് വീടിനകത്ത് അവർ ആ റൂമിനകത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു ജെറീക്കോ കോട്ട പോലെ പ്രതീകാത്മകമായിട്ട് ഒരു പ്രാർത്ഥിച്ചു. നാട്ടിലെ റൂമിനെ ഇവിടെ സമർപ്പിച്ചിട്ട് ആ ഭവനത്തിൽ ജെറീക്കോ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ആ സഹോദരി പറയാ, ഒത്തിരി ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ അത് സംഭവിക്കും, മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള വലിയ വിശ്വാസം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സഹോദരി പറയാ, ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ അവിടുത്തെ ഹോസ്റ്റൽ വാടം വന്നിട്ട് അവരെ മാറ്റി നല്ല ദൈവവിശ്വാസം മക്കളെ അവർ കൊടുത്തെന്നുള്ളത്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. കർത്താവ് അവിടെ പ്രവർത്തിച്ചിരിക്കും. ഇപ്പം നമ്മുടെ ഈ ജെറീക്കോ പ്രെയർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒത്തിരി മക്കളെ നമുക്കറിയുന്ന മക്കളുണ്ട്. ഈ ജെറീക്കോ കണക്ക് പ്രവർത്തിക്കുന്ന മക്കൾ, അതായത് ദൈവത്തെ അറിയാതെ, എന്താണ് പള്ളിയെന്നറിയാതെ, എന്താണ് പ്രാർത്ഥനയെന്നറിയാതെ ഒത്തിരി മക്കൾ നമ്മൾ കാണാറുണ്ട്. ഒത്തിരി മക്കൾ നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ 1 പ്രാവശ്യം പറയുക, 2 പ്രാവശ്യം പറയുക, 3 പ്രാവശ്യം പറയുക, എന്നാലും അവർക്ക് ചിലപ്പോൾ നമ്മൾ നേരിട്ട് പറഞ്ഞാലും അവർ വരാം എന്ന് പറയുന്നതല്ല, വരത്തില്ല. പക്ഷേ നമ്മൾ ഇവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, നമ്മൾ ഈ ഏരിയ മുഴുവനും നമ്മൾ സമർപ്പിച്ച് ജെറീക്കോ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മക്കൾക്ക് വീട്ടിനകത്തിരിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ഓർത്തു പോവാ ബ്രദറെ. നാട്ടിലെൻ്റെ ഭവനത്തിൽ എറണാകുളം രൂപതയിലെ മംഗലശ്ശേരി ഇടവകയിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഭവനത്തിൽ ഞാൻ കുടുംബ യൂണിറ്റിൻ്റെ, ഫാമിലി യൂണിറ്റിൻ്റെ വാർഷികം എൻ്റെ ഭവനത്തിൽ നടത്തിയിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പായിട്ട്. അപ്പോൾ അതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സംഭവമായിട്ട് ഞാൻ കരുതിയാണ്. ദൈവം എൻ്റെ കുർബാന എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ദൈവം എൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയധികം വിശുദ്ധിയിലായിരിക്കണം. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലേക്കൊന്നൊരു ചിന്തയായിരുന്നു ഈ ജെറീക്കോ പ്രാർത്ഥന രീതി. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ വിളിച്ചു, അബിയമോളെ ബിബിമോളെ വിളിച്ച് മോളെ കുരിശ് കൊടുത്ത് ഞാനൊരു മോളെ കൂടി അതിൻ്റെ പുറകിലെ ജപമാല ചൊല്ലി എൻ്റെ ഭവനത്തിന് ചുറ്റും ഒരു ജെറീക്കോ പ്രാർത്ഥന നടത്തി. അന്ന് ആ പ്രാർത്ഥന നടത്തിയപ്പോൾ ഞാൻ ഓർക്കുക ഇപ്പോഴും, തൊട്ടടുത്ത ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് വിശുദ്ധ കുർബാനയും മറ്റെല്ലാ പരിപാടികളും അവിടെ കടന്നു വന്ന എല്ലാവർക്കും ഭയങ്കര സ്നേഹത്തിലും ഭയങ്കര ഐക്യത്തിലും ഒരു കുഴപ്പങ്ങളില്ലാതെ ഭംഗിയായിട്ട് അന്നത്തെ എല്ലാ ശുശ്രൂഷകളും ദൈവം ക്രമീകരിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന എല്ലാവരും ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റിയത്.
അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം മനസ്സിലായി, ജെറിക്കോ പ്രാർത്ഥനയിലൂടെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അത് കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ ദൈവസ്നേഹം കൊണ്ട് നമ്മളെ കുത്തി നിറയ്ക്കുന്ന ആ പ്രദേശം മുഴുവൻ, ആ ഭവനം മുഴുവൻ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് കഴിയുമ്പോൾ അവിടെ കടന്നു വന്നവർക്ക് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നൊരവസ്ഥയിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ദൈവത്തിലുള്ള വിശ്വാസം വെച്ചുകൊണ്ടാണ് ബ്രദർ പ്രാർത്ഥിച്ചത്, ഇല്ലേ? തീർച്ചയായിട്ടും അവിടെ ഒരു തിന്മയ്ക്ക് അവിടെ കടന്നു വരാൻ കഴിയില്ല. അതാണ് ബ്രദർ പറഞ്ഞത്, കാണാൻ കഴിഞ്ഞത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് കടന്നു പോയെന്ന്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എന്തൊരു പ്രോഗ്രാം, എന്തൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രാർത്ഥന നമുക്ക് അവിടെയും ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊരു തെളിവാണ്. നമ്മൾ എന്ത് ഒരു വിവാഹമായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എന്തൊരു നമ്മൾ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആയിക്കോട്ടെ, എന്തായിക്കൊള്ളട്ടെ, നമ്മൾ ആ വീട്ടിൽ ഒരു ചെറിയ പ്രാർത്ഥന അതിനെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കടന്നു വരുന്ന മക്കളെല്ലാം സന്തോഷത്തോടുകൂടി കടന്നു പോകാൻ കഴിയും. തീർച്ചയായിട്ടും കഴിയും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ ഓർത്ത് പറയാം, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ മനസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അസ്വസ്ഥപ്പെട്ടു പോകും. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ റൂമിലിരുന്ന്, എനിക്ക് പലപ്പോഴും ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പകലൊക്കെ ഞാൻ റൂമിലുണ്ടാവാറുണ്ട്, ഞാൻ ആ വിഷമത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവ് ഈ വിഷമത്തെ നിന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിനകത്ത് തന്നെ ഞാൻ രാവിലെ പോയി കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന് ആ വീടിൻ്റെ അകത്ത് തന്നെ കരുണക്കൊന്ത ചൊല്ലി, അതേപോലെ ജപമാല ചൊല്ലി അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ആ ഒരു ദുഃഖഭാരം കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സ്നേഹം, സമാധാനം, ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 അല്ലെങ്കിൽ 7:45 ആയിരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ 7 മണിക്ക് മുമ്പേ ഓഫീസിലെത്തും. ഞാൻ ഈ പറയുന്നതുപോലെ തന്നെ ഞാൻ അവിടെ എൻ്റെ ഏരിയ മുഴുവനും, ആ ജോലി മേഖലകളെ മുഴുവനും എൻ്റെ മാനേജർ തൊട്ട് അവിടെ ഓഫീസ് ബോയ് വരെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന തന്നെ നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് ഈ ഒരു ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് ഏതൊരു പ്രശ്നമില്ലാതെ പോകുന്നതായിട്ട് കാണാം. ചില കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും, അവർ വരുന്നത് തന്നെ എന്തോ ഒരു വാളും പരിചയമായിട്ട് വരുന്ന കണക്കൊക്കെ വരുന്നവരും. ചിലപ്പോൾ നമ്മൾ ഈ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എഴുതുമ്പോഴത്തേക്ക് ഇവർ വന്ന് സ്നേഹത്തോടു കൂടി നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതും സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാര്യം നമ്മൾ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവം അവിടെ കടന്നു വരികയാണ് ചെയ്യുന്നത്. അവിടെ തൻ്റെ കാവൽ ദൂതന്മാരെ കാവലേർപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ദൈവത്തിലാണ് അർപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, എന്തും നമുക്ക് സാധ്യമാണ്. ഇതാണ് നമുക്ക് ഈ ജെറിക്കോ പട്ടണത്തിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ദൈവം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, എങ്ങനെയാലും നമ്മുടെ ഹൃദയത്തിലുള്ള ഏത് പാപത്തിൻ്റെ മേഖല ആയിക്കോട്ടെ, ഇപ്പം എൻ്റെ ആയിക്കോട്ടെ, എൻ്റെ കുടുംബത്തിൻ്റെ ആയിക്കോട്ടെ, സമൂഹത്തിലുള്ള ആരായിക്കോട്ടെ, ബന്ധുക്കളുടെ ആയിക്കോട്ടെ, ജോലി സ്ഥാപനത്തിലായിക്കോട്ടെ, എവിടെയുമായിക്കോട്ടെ, ആ മേഖലകളിലെല്ലാം ഇതേ പ്രതീകാത്മകമായ പ്രാർത്ഥനാ രീതിയിൽ കൂടെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ പറ്റും, തുടച്ചു മാറ്റാൻ പറ്റുമെന്നുള്ള വലിയൊരു ബോധ്യമാണ് നമുക്ക് ദൈവം ഇതിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കൂട്ടായ്മ പ്രവർത്തനങ്ങളിലും ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ ഈ ജെറിക്കോ പ്രാർത്ഥനാ രീതി ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. ബ്രദർ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഓർത്തുപോയാണ്, ഞാനൊരു 6 വർഷം മുമ്പ് കൂട്ടായ്മയുടെ കോർഡിനേറ്ററായിട്ട് സ്ഥാനം ഏൽക്കുമ്പോൾ 15ഓളം മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു അന്ന്. കർത്താവ് ഈ പ്രദേശത്ത് എത്രയോ മക്കൾ ജീവിക്കുന്നു, എന്നിട്ട് 15-16 മക്കൾ മാത്രമേ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോഴൂ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചിറ്റൂർ ധ്യാനത്തിന് പോയിരുന്നു, ഞാൻ കുടുംബമായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് റൂം എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ, അവിടുത്തെ വൈദികരും പ്രേക്ഷിതരും കൂടി ആ ധ്യാന ഹാളിൽ ചുറ്റും ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പം അന്ന് എനിക്കറിയില്ല എന്താ ജെറിക്കോ പ്രാർത്ഥന. അന്നാണ് ആദ്യമായിട്ട് എനിക്ക് ജെറിക്കോ പ്രാർത്ഥനയുടെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കർത്താവ് വിട്ടു തന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യണത്? അപ്പോൾ അവിടുത്തെ ബ്രദർ പറയായിരുന്നു, ഇത് ഒരു ജെറിക്കോ പ്രാർത്ഥനയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രദറെ, ഇന്ന് പല വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും കുടുംബങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിലുള്ള ഈ ജെറിക്കോ കോട്ടകൾ തകർത്ത് കളയാൻ വേണ്ടി, പാപത്തിൻ്റെ മേഖലകൾ, തിന്മയുടെ മേഖലകൾ എടുത്തു മാറ്റാൻ വേണ്ടി ജെറിക്കോ പ്രാർത്ഥന ഏറ്റവും അനുയോജ്യമായ പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ മനുഷ്യ ഹൃദയങ്ങളിലുള്ള ഈ പാപമാകുന്ന ജെറിക്കോ കോട്ടകൾ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാര്യം, ദൈവമായ കർത്താവ് പ്രത്യേകം പറഞ്ഞ് ചോദിച്ചോട്, വാഗ്ദാന പേടകവുമായിട്ടാണ് പോകുന്നത് ജെറിക്കോ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ
ഞാനാകുന്ന വാഗ്ദാന പേടകം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ലുത്തിനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ അമ്മയിലുണ്ടായിരുന്ന ആ ദൈവിക സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യമായിരുന്നു അമ്മയെ വാഗ്ദാന പേടകമാക്കി മാറ്റിയത്. അപ്പം ഞാനും മറ്റുള്ളവരും ചെറിയ പ്രാർത്ഥനയ്ക്ക് ആരെല്ലാം ഒരുങ്ങുന്നുണ്ടോ അവരെല്ലാവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശുദ്ധിയിലായിരുന്നു കൊണ്ട് ഞാനും ഒരു വാഗ്ദാനപരമായി മാറണം. എങ്കിൽ മാത്രം ഇതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എവിടെയൊക്കെ, അത് വ്യക്തികളിലായാലും കുടുംബങ്ങളിലായാലും കൂട്ടായ്മയിലായാലും എവിടെയൊക്കെ തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെല്ലാം ബ്ലോക്കുകൾ, തടസ്സങ്ങൾ, എത്രയോ നാൾ പ്രാർത്ഥന കിട്ടാത്ത പല മേഖലകളും, അവിടെയെല്ലാം ഈ രീതി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിടുതൽ, വലിയൊരു മാറ്റം, ആ കോട്ടകളൊക്കെ തകർന്നുകൊണ്ട് ദൈവസ്നേഹാനുഭവം കടന്നു വരുന്നൊരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങളെ ശ്രവിച്ച പ്രിയ സഹോദരങ്ങളെ, ഈ ചെറിയ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നോക്കിയിരിക്കാതെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടു കൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തോട് പ്രാർത്ഥിക്കാം, നമ്മുടെ സമൂഹത്തോട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടു കൂടി ആ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം അവിടെ ഇടപെടും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവ് മാറ്റിത്തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ജോഷുവ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, ഇന്ന് ഞങ്ങളോട് അങ്ങ് ജെറിക്കോ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു തരികയായിരുന്നല്ലോ കർത്താവെ. ഈ കേട്ട ഞങ്ങൾ പങ്കുവെച്ച ഓരോ കാര്യങ്ങളും സ്നേഹീശോയെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. അത് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളും എടുത്തു മാറ്റിക്കൊണ്ട് ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, മനുഷ്യ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും സമൂഹത്തിലുള്ള തിന്മയുടെ എല്ലാ മേഖലകളും എടുത്തു മാറ്റപ്പെട്ടുകൊണ്ട് സ്നേഹത്തിലുള്ള വ്യക്തികളായി രൂപാന്തരം പ്രാപിക്കുവാൻ, സ്നേഹത്തിന് അധിഷ്ഠിതമായ കുടുംബങ്ങൾ രൂപാന്തരം പ്രാപിക്കുവാൻ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും അങ്ങയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ